വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ US പ്രസിഡന്റ് ട്രംപിനെതിരെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും കൊലവിളി മുദ്രാവാക്യവും ഇരുവരെയും കൊലപ്പെടുത്തണം എന്ന ആഹ്വാനവുമായി പ്ലക്കാർഡുകളും ഉയർത്തി ഇറാന്റെ പതാകയും പ്രതികാരത്തിന്റെ അടയാളമായ ചുവന്ന പതാകകളും കയ്യിലേന്തിയാണ് ജനം തെരുവിലിറങ്ങിയത്. നിങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, ട്രംപിന്റെ കൊലപാതകം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് കൊലവിളികൾ ഉയരുന്നത്. മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങാണ് വേദി. ഇവിടെ കഴിഞ്ഞ 2 ദിവസമായി ട്രംപിന്റെ തുടർച്ചയായ പ്രകോപനങ്ങളുണ്ട്. എല്ലാ നേതാക്കന്മാരും അവിടെയുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഒറ്റയടിക്ക് തീർക്കാമെന്നും മറ്റുമാണ്. ഏതായാലും ഖമേനിയെ വകവരുത്തിയ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെയാണോ അതിരോഷം അവിടെ ഉയരുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ പരസ്പര വെല്ലുവിളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപാണ് ആദ്യം തങ്ങൾ ഇനി ഒരാഴ്ചത്തേക്ക് ഇറാന് അവധി കൊടുക്കുകയാണെന്ന് ആദ്യം ട്രംപ് പറഞ്ഞു. ആക്രമണം ഉണ്ടാകില്ല, ഞങ്ങൾ കുറച്ച് മര്യാദക്കാരായതുകൊണ്ട് അവർ വേണമെങ്കിൽ ഈ വിലാപയാത്രയും സംസ്കാര ചടങ്ങുകളും മാന്യമായി നടത്തിക്കോട്ടെ എന്നൊരു പ്രതികരണം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുണ്ടായാൽ അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. അവിടെയാണ് ട്രംപ് എങ്കിൽ തങ്ങൾ ഒറ്റ വെടിക്ക് എല്ലാറ്റിനെയും വേണമെങ്കിൽ തീർക്കാം എന്ന തരത്തിലുള്ളൊരു പ്രതികരണം ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ ഈ തെരുവ് ഗുണ്ടകളെപ്പോലെ പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു പ്രതികരണമാണ് നമുക്കിപ്പോൾ ട്രംപിൽ നിന്നും ഇറാൻ്റെ ഈ ഇസ്ലാമിക് റവല്യൂഷണറി കോറിൽ നിന്നും ഒക്കെ കേൾക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഈ അമേരിക്കക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം എല്ലാ കാലത്തും ഇറാനിൽ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഇസ്ലാമിക് വിപ്ലവത്തിൻ്റെ കാലമൊക്കെ ഓർമ്മയുണ്ട്. 1979 അവിടെ സമാനമായി ഈ ഒരു മുദ്രാവാക്യം മാർക്ബ അമേരിക്ക എന്ന തരത്തിൽ അവിടെ ഉയരുകയൊക്കെ ചെയ്തിരുന്നു. അതായത് അമേരിക്കയ്ക്ക് മരണം എന്ന ഒരു മുദ്രാവാക്യം അവിടെ ഉയർന്നിരുന്നു. അത് പിന്നീട് ഈ ഇസ്ലാമിക് വിപ്ലവത്തിൻ്റെ കാലത്തും എല്ലാ ഘട്ടങ്ങളിലും ഈ മുദ്രാവാക്യം റുഹുള്ള ഖൊമേനിയുടെ കാലത്തൊക്കെ ഇത് വളരെ വളരെ ഈ ഘോഷയാത്രകളിൽ അതുപോലെ പ്രകടനങ്ങളിലൊക്കെ ഈ അമേരിക്കയ്ക്ക് മരണം എന്ന ഒരു മുദ്രാവാക്യം ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ വിലാപയാത്രയിലും സമാനമായ രീതിയിൽ ഉള്ള അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം എന്ന ഒരു മുദ്രാവാക്യം ഉയരുന്നുണ്ട്. പക്ഷേ അതിന് ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപിനെ വകവരുത്തണം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ഡെത്ത് ടു ട്രംപ് എന്നൊക്കെ തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അതിനിടയിൽ അവിടെ ഈ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ അവിടുത്തെ കവി മുഹമ്മദ് റസൂലി പറഞ്ഞത് ഇത് ഈ രക്തത്തിൽ ഇനി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, ട്രംപിനെ വകവരുത്തുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം ആണ് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് കിൽ ട്രംപ് എന്ന തരത്തിലുള്ള പ്ലക്കാർഡുകൾ പലരും അവിടെ ഉയർത്തി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. നോ കോംപ്രമൈസ്, നോ സറണ്ടർ, ഓൺലി റിവെഞ്ച് എന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ വരുന്നു. അതായത് ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല, ഇനി ഒരു സമാധാനവുമില്ല, അല്ലെങ്കിൽ ഒരു യോജിപ്പുമില്ല. എല്ലാ തരത്തിലും പ്രതികാരം മാത്രമേ തങ്ങൾക്കുള്ളൂ. ഇനി ഒരു തരത്തിലുള്ള സംയമനത്തിനും സാധ്യതയില്ല എന്ന തരത്തിൽ ഒക്കെയുള്ള പ്രതികരണങ്ങൾ വരികയാണ്. അപ്പോൾ ഏതായാലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനമാണ് അവിടെ ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത്. അത് സ്വാഭാവികമായും അതിനകത്തു നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായി എന്നത് ഒരു വശത്ത് ശരിയാണെങ്കിൽ കൂടിയും ഇത് ഒരുപക്ഷെ വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകില്ല എന്ന് നമുക്ക് കരുതാം. കാരണം ഇത് ഒരു വലിയ വിലാപയാത്രയ്ക്ക് നടുവിൽ സംഭവിക്കുന്ന വൈകാരികമായ ഒരു പ്രതികരണമായി വേണമെങ്കിൽ കാണാം. പക്ഷേ ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് നീങ്ങുമോ എന്ന ആശങ്ക കൂടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ്. ഏതായാലും അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ജന്മനാട്ടിലാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് വലിയ പ്രതിഷേധവുമായി ജനം തെരുവിലുള്ളത്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിനെതിരെയും നെതന്യാഹുവിനെതിരെയുള്ള അതിശക്തമായ വികാരം ഈ പ്രതിഷേധത്തിലുടനീളമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.